എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് കുട്ടികളിലുള്ള പഠന വൈകല്യങ്ങൾ. ഈ പഠന വൈകല്യം മനസ്സിലാക്കി എടുക്കുന്നതിൽ ഒരുപാട് പേരൻസ് പിന്നോട്ടാണ്. കാരണം അവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് ഇവർ മാക്സിമം എഫേർട്ട് കുട്ടികളിലിടുന്നു, അതിനുള്ള ഔട്ട്പുട്ട് കിട്ടാതെ വരുന്നു. ഈ ഔട്ട്പുട്ട് കിട്ടാതെ വരുമ്പം അവർ കുട്ടികളെ ഒരുപാട് ശാസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞിനെ ഇതെന്താണ് എന്നുള്ളത് കുഞ്ഞിനും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കുഞ്ഞ് ഇതെല്ലാം ഉള്ളിൽ സഹിച്ചുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടെയും ഇതിലപ്പുറം പ്രയാസമാണ്. കാരണം ടീച്ചേഴ്സിൻ്റെ പ്രഷർ അതിനെക്കാട്ടിലുമാണ്. അപ്പോൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്നതിലും എഴുതുന്നതിലും എല്ലാം പിന്നോട്ടാണ്. കാരണം അവർക്ക് സ്പീഡ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സ് ബോർഡിൽ എഴുതുന്നത് അതനുസരിച്ച് അത്ര സ്പീഡിൽ എഴുതിയെടുക്കാൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താണ്, ഇവരുടെ നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഈ നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആയത് കാരണം കൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഒരു ഒറ്റ സ്ട്രെച്ച് കൂടി വന്ന ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും. 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം 11ാമത്തെ മിനിറ്റ് വെള്ളം കുടിക്കാനും അത് ചെയ്യണം ഇത് ചെയ്യാൻ അങ്ങ് പോകും. അപ്പോൾ വീട്ടുകാർ ചിന്തിക്കുന്ന, പാരൻസ് ചിന്തിക്കുന്ന എന്താണ്, മനഃപൂർവ്വം ഇവനെ കളിക്കുന്നതാണ്, ഇവൻ്റെ കുസൃതിത്തരമാണ് എന്നുള്ള രീതി വരും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവർ ആ സെക്കൻഡിൽ ഇതെല്ലാം ചോദിക്കുന്നതിന് ഉത്തരം പറയും. പക്ഷേ ഈ കുട്ടികൾ ഒരു പരീക്ഷ വരുമ്പോഴത്തേക്ക് ഇവർക്കതുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് മെമ്മറി കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. കോൺസെൻട്രേഷൻ കുറവായ കാരണത്താൽ ഇവർ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മെമ്മറൈസ് ചെയ്ത് നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ഷമയില്ലാത്ത കാരണം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ, ഞാൻ കണ്ടിട്ടുള്ള ഒരു മോന് നല്ല രസമാണ്, അവൻ എല്ലാ ആൻസേഴ്സും അറിയാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സൈഡ് മാത്രം അവൻ ആൻസർ ചെയ്തു, മറു സൈഡ് അവൻ പറഞ്ഞു ഞാൻ കണ്ടില്ല മാം. ഞാൻ ചോദിച്ചു നീ കണ്ടു അല്ലേ? കണ്ടു, പക്ഷേ എന്താണ്, എനിക്കിഷ്ടമില്ല, അത്രയും നേരം എനിക്ക് ക്ലാസ്സിൽ ഇരുന്ന് പരീക്ഷ എഴുതാൻ പറ്റില്ല, നേരത്തെ പേപ്പർ കൊടുത്തിട്ട് പോയാൽ എനിക്ക് കളിക്കാൻ പറ്റും. ആ കുട്ടിയുടെ മനസ്സിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം ഇരുന്ന് ക്ഷമയോടുകൂടെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവർക്കിരുന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം അറിയാവുന്ന കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ട് അവർ പോകും. ഇവർക്ക് പഠനത്തിന് വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാറില്ല. അതിനേക്കാളും അവരുടെ ഇമ്പോർട്ടൻസ് കളികളിലും, അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നി പടം വരയ്ക്കുന്നതിൽ, എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ, പിന്നെ ചെസ്സ്, അങ്ങനെയൊക്കെയുള്ള ഡ്രംസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സ്ട്രാ സ്കിൽസ് ഇവർക്കുണ്ട്. പക്ഷേ പാരൻസിൻ്റെ വിചാരം പഠിക്കാത്ത കാരണത്താൽ ഇവർക്കുള്ള സ്കിൽസിനെ പാരൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അവരെല്ലാം അത് കട്ട് ഓഫ് ചെയ്യും. നീ ഇപ്പം സൈക്കിൾ ചവിട്ടണ്ട, നീ ഡ്രോയിങ്ങിന് പോകണ്ട, നീ സ്കേറ്റിങ്ങിന് പോകണ്ട, കാരണം ഇതെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാണ്. പക്ഷേ എന്നിൽ വരുന്ന ADHD ഉള്ള കുട്ടികൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ സ്കിൽസ് എന്താണോ ആ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പാരൻസിന് അഡ്വൈസ് കൊടുക്കും. കാരണം അവരുടെയൊക്കെ കിട്ടിയേക്കുന്ന സ്കിൽസ് അത് അവർ ക്ഷമയോടുകൂടെ ഇരുന്ന് ചെയ്യാനായിട്ട് അവർക്കത് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അവർക്ക് കുഞ്ഞു പ്രായത്തിൽ കുറേ കൂടെ അവർക്ക് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് കുറച്ച് കഴിയുമ്പം അവരുടെ പഠനത്തിനെ അത് കുറച്ചും കൂടെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പം ടീച്ചേഴ്സിനടുത്തും ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പ്രയാസങ്ങളും അവരെ പഠിപ്പിക്കേണ്ട രീതികളും ടീച്ചേഴ്സിനും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൗൺസിലിങ്ങിന് വരുന്ന പാരൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം പഠന വൈകല്യം എന്ന് പറയുമ്പം അത് നമുക്ക് പുറമേ കാണാൻ പറ്റാത്ത കൊണ്ട്, അത് ബ്രെയിനിലുള്ളതായതുകൊണ്ട് ആൾക്കാർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് വളരെയധികം കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നു. കുട്ടികളെ മാനസികമായിട്ട് തന്നെ അത്
അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഇതിന് വേണ്ടി കൗൺസിലിംഗ് ഇന്ന് ഒരുപാടുണ്ട്, ഞാൻ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ADHDയുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.